ഇന്ന് ഞാൻ പരിപ്പ് രസം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ടേസ്റ്റ് ഗാർഡൻ്റെ രസ പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് 1/4 കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കുതിർന്നതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. നന്നായി ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതൊന്നങ്ങനെ ആ തക്കാളിയൊക്കെ ഒന്ന് തവി കൊണ്ട് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായി വെന്ത് കിട്ടിയതാണ്. നമ്മൾ ഉടച്ചെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ പരിപ്പ് നല്ല പോലെ വേവണം കേട്ടോ. ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടി നന്നായി ചൂടായാൽ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് വറ്റൽമുളക് 2 ഇട്ടിട്ട് അതൊന്ന് നന്നായി പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായി സിമ്മാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഒക്കെ രസ പൗഡറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ എണ്ണയിൽ കിടന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ടേസ്റ്റ് ഗാർഡൻ്റെ രസ പൗഡറാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഇതിൽ നമ്മൾക്ക് കുരുമുളകും ജീരകം കായം അതേപോലെ മഞ്ഞൾ മല്ലിയും മുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടേസ്റ്റ് ഗാർഡൻ്റെ രസ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങനെ ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുന്നത് വരെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും തക്കാളിയും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ പരിപ്പ് ശരിക്ക് ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് പുളിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് രസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. നന്നായി തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ പരിപ്പ് രസം ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ രസ പൗഡർ ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോൾ. ഇനി ഒരു പിടി മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ചൂടുള്ള ചോറിനോടൊപ്പം കൂട്ടിക്കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ഗാർഡൻ്റെ രസ പൗഡർ വെച്ചിട്ടുള്ള അടിപൊളി പരിപ്പ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.